4 മണി വാർത്തയിലേക്ക് വിശദമായി. AI ക്യാമറ വഴി കണ്ടെത്തുന്ന നിയമലംഘനങ്ങൾക്ക് അടുത്ത 1 മാസം പിഴ ഈടാക്കില്ലെന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജു. എന്നാൽ നിയമലംഘനം നടത്തുന്നവർക്ക് ഇക്കാലത്ത് പിഴയും ശിക്ഷയും സംബന്ധിച്ച വിവരം ഫോൺ സന്ദേശമായി എത്തും. അടുത്ത 1 മാസം AI ക്യാമറ ബോധവൽക്കരണം നടത്തും. മെയ് 20 മുതലാകും പിഴ ഈടാക്കി തുടങ്ങുക. പുതിയ ഒരു ചട്ടവും സർക്കാർ കൊണ്ടുവന്നിട്ടില്ലെന്നും നിലവിലുള്ള നിയമം കർശനമായി നടപ്പാക്കുക മാത്രമാണ് ചെയ്യുന്നതെന്നും ആന്റണി രാജു പറഞ്ഞു. AI ക്യാമറ ബോധവൽക്കരണ മുന്നറിയിപ്പ് മാസമായി ആചരിച്ചുകൊണ്ട് ഈ 1 മാസക്കാലം കണ്ടെത്തുന്ന കുറ്റങ്ങൾ അത് ഈ ലംഘിക്കുന്നതിന് എന്താണ് ശിക്ഷ, അതിനുള്ള പിഴ എത്രയാണ് എന്നുള്ള വിവരം ബന്ധപ്പെട്ട വാഹന ഓടിക്കുന്ന ഉടമകളെ അല്ലെങ്കിൽ ആ നമ്പറിൽ അറിയിക്കുന്നതാണ്. എന്നാൽ 1 മാസക്കാലം പിഴ അടയ്ക്കേണ്ടതില്ല. അടുത്ത മാസം മെയ് മാസം 20 മുതലായിരിക്കും ഈ പിഴ ഈടാക്കി തുടങ്ങുന്നത്. അപ്പോൾ ബോധവൽക്കരണത്തിനുള്ള ആവശ്യമായ സമയം കിട്ടിയിരുന്നില്ല എന്നുള്ള ചില കേന്ദ്രങ്ങളിൽ നിന്നെങ്കിലും പ്രത്യേകിച്ച് ചില മാധ്യമങ്ങളിൽ നിന്നും ഉയർന്നു വന്ന അഭിപ്രായം മുഖവിലേക്ക് എടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം തന്നെ നിർദ്ദേശിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് 1 മാസക്കാലം പിഴ ഒഴിവാക്കുവാനുള്ള ഒരു തീരുമാനം ഗവൺമെന്റ് കൈക്കൊണ്ടിരിക്കുന്നതെന്നുള്ള സന്തോഷ വാർത്ത കൂടി ഈ സന്ദർഭത്തിൽ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പുതിയതായി സ്ഥാപിച്ച AI ക്യാമറകളുടെ ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. വാഹനം നിർത്തിയുള്ള പരിശോധന ഒഴിവാക്കാമെന്നും നിയമം പാലിക്കാനുള്ളതാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇതോടെ വാഹനം തടഞ്ഞു നിർത്തിയുള്ള പരിശോധന വലിയൊരളവിൽ ഒഴിവാക്കാനാകും. ദേശീയ സംസ്ഥാന പാതകളിൽ, ജില്ലാ റോഡുകളിൽ തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥലങ്ങളിലാണ് നിലവിൽ ക്യാമറകൾ സ്ഥാപിക്കുന്നത്. മറ്റു പാതകളിൽ കൂടി വരും വർഷങ്ങളിൽ ഈ ക്യാമറകൾ സ്ഥാപിക്കുന്നതിനും ആലോചനയുണ്ട്. ഡ്രൈവിംഗ് ലൈസൻസുകൾ. നന്ദകുമാർ ചേരുന്നു വിശദാംശങ്ങളുമായി. നന്ദൻ, ഏറ്റവും വലിയ വിവാദം ഇതായിരുന്നു, ഇത് നടപ്പാക്കുന്നു, കാര്യമായിട്ടുള്ള ബോധവൽക്കരണം നടക്കുന്നില്ല എന്നുള്ളത്. ആ ഒരു സംശയത്തിനുള്ള ദൂരീകരണമാണെന്ന് ഗതാഗത മന്ത്രി പറഞ്ഞത്. 1 മാസത്തേക്ക് പിഴ ഈടാക്കില്ല എന്നുള്ളത്. ആ പ്രഖ്യാപനത്തോടുള്ള പ്രതികരണം എന്താണ് എല്ലാവരുടെയും? തീർച്ചയായും എൽത്തോപ്പോൾ ഇത് തന്നെയായിരുന്നു. കാരണം സംസ്ഥാനത്ത് സ്ഥാപിച്ചിട്ടുള്ള 726 ക്യാമറകൾ വഴി വലിയ തോതിൽ പിഴ ഈടാക്കുമ്പോൾ അത് കൃത്യമായ രീതിയിൽ ബോധവൽക്കരണം നടത്താതെയാണ് ഇപ്പോൾ സർക്കാർ ചെയ്തിട്ടുള്ളത് എന്നത് വ്യാപകമായ ഒരു വിമർശനം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സർക്കാരിന്റെ ഒരു തീരുമാനം ഗതാഗത മന്ത്രി ആന്റണി രാജു തന്നെ പറയുകയും ചെയ്തത്. AI ക്യാമറകളുടെ ഈ സ്വിച്ച് ഓൺ കർമ്മ വേളയിലാണ് ഗതാഗത മന്ത്രി ആന്റണി രാജു ഇക്കാര്യം പറയുകയും ചെയ്യുന്നത്. ഇന്നു മുതൽ മെയ് 19 വരെ AI ക്യാമറ വഴിയുള്ള നിയമ ലംഘനങ്ങൾക്ക് ഇപ്പോൾ പിഴ ഈടാക്കില്ല. 1 മാസക്കാലമാണ് ഇത്തരത്തിൽ പിഴ ഈടാക്കാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. മെയ് 20 മുതൽ പിഴ ഈടാക്കി തുടങ്ങും. അപ്പോഴും കൃത്യമായി നേരത്തെ സൂചിപ്പിച്ച പിഴ തുക തന്നെയായിരിക്കും ഈടാക്കി തുടങ്ങുക. എന്തായാലും ഈ വരുന്ന 1 മാസം കൃത്യമായി ബോധവൽക്കരണം നടത്തുകയും നിലവിൽ നിയമലംഘനം നടത്തുന്നവരുടെ ഫോണിൽ വിളിച്ച് കൃത്യമായി ബോധവൽക്കരണം നടത്തും. അതോടൊപ്പം തന്നെ പിഴ എത്രയാണ്, നിങ്ങൾ നടത്തിയ നിയമലംഘനങ്ങൾ ഇത്രയാണ് എന്ന കാര്യങ്ങൾ ഫോൺ വഴി അറിയിക്കുകയും ചെയ്യുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയായിരുന്നു. കാരണം ഇത്തരത്തിൽ AI ക്യാമറകൾ വഴി വലിയ തോതിൽ നിയമലംഘനങ്ങൾ നടക്കുകയും അതുമാത്രമല്ല കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ വച്ചു കൊണ്ടുപോകുമ്പോൾ ഇത്തരത്തിൽ പിഴ ഈടാക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം ട്രാൻസ്പോർട്ട് കമ്മീഷൻ പറയുകയും ചെയ്യുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ജനങ്ങളുടെ ഭാഗത്തുനിന്നും വലിയ പ്രതിഷേധങ്ങൾ ഉയർന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനാലാണ് ഇത്തരത്തിൽ സർക്കാരിന്റെ ഒരു തീരുമാനം ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. AI ക്യാമറകൾ വഴി അടുത്ത 1 മാസം പിഴ ഈടാക്കില്ല. ഈ 1 മാസം കൃത്യമായി ബോധവൽക്കരണമായിരിക്കും ഉണ്ടാവുക. അതിനുശേഷമായിരിക്കും പിഴ ഈടാക്കി തുടങ്ങുക. എൽദോപ്പോൾ ശരി, ഇനി ചടങ്ങിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എപ്പോഴായിരുന്നു ഈ ഉദ്ഘാടന ചടങ്ങ്? അത് പൂർത്തിയായോ? മറ്റെന്തെങ്കിലും പരിപാടികൾ ഇനിയുണ്ടോ? ഇനി അവശേഷിക്കുന്നുണ്ടോ നന്ദൻ? എൽദോപ്പോൾ അല്പം മുൻപാണ് സേഫ് കേരള പദ്ധതിയിലൂടെയുള്ള ഈ ഒരു പദ്ധതി AI ക്യാമറ വഴിയുള്ള സ്വിച്ച് ഓൺ കർമ്മവും അതോടൊപ്പം തന്നെ സ്മാർട്ട് കാർഡ്, പെറ്റി ലൈസൻസ് കാർഡുകളുടെ ഒക്കെ തന്നെ ഉദ്ഘാടനം അല്പം മുമ്പാണ് അവസാനിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇത്തരത്തിൽ AI ക്യാമറകളുടെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കുകയും ഈ പെറ്റി ലൈസൻസ് കാർഡുകളെ ഒക്കെ തന്നെ വിതരണവും ആരംഭിക്കുകയും ചെയ്തത്. എന്തായാലും 726 ക്യാമറകൾ സംസ്ഥാനത്ത് സ്ഥാപിച്ചു എന്നും വാഹനം തടഞ്ഞു നിർത്തിയുള്ള പരിശോധന ഇനി മുതൽ ഒഴിവാക്കാമെന്നും മുഖ്യമന്ത്രി പറയുകയും ചെയ്തു.
അത് മാത്രമല്ല അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള PVC പെഡ്ജി ലൈസൻസ് കാർഡുകളാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. ഇതുവഴി നിയമലംഘനങ്ങൾ കണ്ടെത്താൻ സാധിക്കും. അത് മാത്രമല്ല നിയമം അത് എല്ലാവർക്കും പാലിക്കാനുള്ളതാണ്, അത് കൃത്യമായി പാലിക്കണമെന്ന് മുഖ്യമന്ത്രി പറയുകയും ചെയ്തു. അത് മാത്രമല്ല നല്ല റോഡ് സംസ്കാരം വളർത്തിയെടുക്കുന്നതിന്റെ ഭാഗമായാണ് ആധുനിക രീതിയിലുള്ള റോഡ് സുരക്ഷാ സംവിധാനങ്ങൾ സംസ്ഥാനത്ത് നടപ്പാക്കുന്നുവെന്നും മുഖ്യമന്ത്രി പറയുകയും ചെയ്തു. എന്തായാലും ഈ ഒരു പരിപാടിയിൽ ഗതാഗത മന്ത്രി ആന്റണി രാജു അധ്യക്ഷത വഹിച്ചു. ട്രാൻസ്പോർട്ട് കമ്മീഷണർ, ഗതാഗത വകുപ്പ് സെക്രട്ടറി അടക്കം നിരവധി പേർ പങ്കെടുക്കുകയും ചെയ്തു. 726 ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറകളുടെ സ്വിച്ച് ഓൺ കർമ്മം മുഖ്യമന്ത്രി നിർവഹിച്ചു. പ്രധാനപ്പെട്ട കാര്യം, ആദ്യ ഒരു മാസത്തേക്ക് പിഴയില്ല, താക്കീത് മാത്രം, ബോധവൽക്കരണമായിരിക്കും ആദ്യ ഒരു മാസത്തെ പ്രധാനപ്പെട്ട ലക്ഷ്യം. റോഡിലെ നിയമലംഘനങ്ങൾ കണ്ടെത്താനുള്ള AI ക്യാമറകൾ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ ക്യാമറയിൽ പതിയുന്ന ചെറിയ നിയമലംഘനങ്ങൾക്ക് പിഴയുണ്ടാവും. ഇരുചക്ര വാഹനത്തിൽ ഇനി മുതൽ ചെറു കുടുംബങ്ങൾക്ക് യാത്ര ചെയ്യാൻ കഴിയില്ല. മൂന്നാമത്തെയാൾ കുട്ടിയാണെങ്കിലും പിഴ ഈടാക്കുമെന്നാണ് ഗതാഗത വകുപ്പിന്റെ തീരുമാനം. ഇതിനെതിരെ വലിയ രീതിയിൽ പ്രതിഷേധമാണ് ഉയരുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് നന്ദകുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഇനി. മോട്ടോർ വാഹന വകുപ്പിന്റെ മൂന്നാം കണ്ണായ ക്യാമറകൾ മിഴി തുറന്നു. ഇതിലൂടെ അപകടങ്ങൾ ഒഴിവാക്കാനാകുമെന്നാണ് ഗതാഗത വകുപ്പിന്റെ അവകാശവാദം. അത് നല്ലത്. പക്ഷേ സാധാരണക്കാരുടെ ആശ്രയമായ ഇരുചക്ര വാഹനങ്ങളിൽ ഇനി മുതൽ യാത്ര അത്ര എളുപ്പമാകില്ല. ഒരച്ഛനും അമ്മയും കുഞ്ഞും അടങ്ങുന്ന ചെറു കുടുംബങ്ങൾക്ക് പോലും ഇരുചക്ര വാഹനങ്ങളിൽ യാത്ര ചെയ്യാൻ കഴിയില്ല. എന്താണ് ജനങ്ങളുടെ പ്രതികരണം എന്ന് നോക്കാം. കുഞ്ഞുങ്ങളെ കൊണ്ടുപോകും സേഫ്റ്റി വൈസ് നോക്കുമ്പോഴത്തേക്ക് അത് ഒരു നല്ല കാര്യമായിട്ട് തോന്നും. പക്ഷെ പ്രായോഗികമായിട്ട് നോക്കുമ്പോൾ പെട്ടെന്നൊന്ന് മാർക്കറ്റിൽ പോകണമല്ലോ, കുഞ്ഞുങ്ങളെ ഒഴിവാക്കി പോകാൻ പറ്റാത്ത സാഹചര്യത്തിൽ ഇപ്പം അല്ലാതെ എന്ത് ചെയ്യും, സാധാരണക്കാരെന്ത് ചെയ്യും? അതിനൊരു സൊല്യൂഷൻ കാണണം. ഇപ്പം ഈ ഒരുപാട് റൂൾസ് നല്ലത് തന്നെയാണ്, റൂൾസ് അനുസരിക്കേണ്ടത് തന്നെയാണ്. പക്ഷേ അപ്പം അതിന് റോഡ് സേഫ്റ്റിക്ക് ഇത് മാത്രമല്ലല്ലോ, റൂൾസ് പാലിക്കാന്നല്ലല്ലോ, റോഡിൽ അത്യാവശ്യം നല്ല റോഡുകൾ ഉണ്ടാക്കുക, അപ്പം പിന്നെ അതിന് പാർക്കിംഗ് സ്പേസ് ഉണ്ടാക്കുക. അപ്പോൾ ഇതൊക്കെ ചെയ്തിരുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അത് അംഗീകരിക്കാൻ പറ്റുമായിരുന്നു. ഈ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകാന്ന് പറഞ്ഞത് കുഞ്ഞുങ്ങൾക്കിപ്പോൾ തനിയെ പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് അങ്ങനെ തന്നെയാണ് ഇവിടുത്തെ ഒരു നടപടി. അതായത് കുട്ടികളെ കൊണ്ടുവിട്ടിട്ടാണ് ദമ്പതികൾ ഓഫീസിലേക്ക് പോവുക. അപ്പോൾ കുട്ടികളെ അവർക്ക് തനിച്ച് പോകാനും കഴിയില്ല. അപ്പോൾ കുട്ടികളെ കൊണ്ടുപോകണം, അതിനെതിരാണ്. ഞാൻ ആ അഭിപ്രായക്കാരനല്ല ശരിക്കും. അവരെ കൊണ്ടുപോകാൻ അനുവദിക്കുക എന്നുള്ളതാണ്. പിന്നെ ഇന്ന് രാവിലെയൊക്കെ ഞാൻ കണ്ടത് ആ ചെറിയ കുട്ടികൾക്ക് പോലും എല്ലാവർക്കും ഹെൽമെറ്റൊക്കെ വെച്ച് അടുക്കി 2 കുട്ടികളൊക്കെ ഇരുത്തി കൊണ്ടുപോകണമെന്നാണ് കണ്ടിട്ടുള്ളത്. അവർക്ക് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അത് ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. കുട്ടികളെ ഒരു ഏജ് ഇപ്പോൾ ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു 4 വയസ്സിന് മുകളിൽ ഹെൽമെറ്റ് വേണം, അല്ലെങ്കിൽ ഇത് പാടില്ല എന്നാണ്. പക്ഷേ അത് ഒരിക്കലും അത് പ്രാവർത്തികമാക്കാൻ പറ്റാത്തൊരു കാര്യമാണ് സത്യം പറഞ്ഞത്. ഇവരുടെ എന്തു പറയാൻ, നമ്മുടെ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ വിചാരിക്കുന്നത് അത് നല്ലൊരു കാര്യമാണെന്ന് നമുക്ക് തോന്നുന്നു. പക്ഷേ എന്നാൽ പല ആൾക്കാരും ഓഫീസിൽ പോകുന്നതിന് മുമ്പായിട്ട് അവർ വിചാരിക്കും എന്തായിരുന്നാലും നമ്മളെ കുഞ്ഞിനെ അങ്ങോട്ട് വിട്ടിട്ട് പോവാം. പക്ഷെ അതിപ്പോൾ നടക്കാത്തൊരവസ്ഥയാണ്. ഈ ഹെൽമെറ്റൊക്കെ നിർബന്ധം തന്നെയാണ്. പിന്നെ ഈ പറഞ്ഞ കണക്ക് ഒരു 2 പിള്ളേരുള്ളിടത്ത് 2 പേരെയും കൊണ്ട് പോകാൻ പറ്റില്ല, 4 പേര് പോകാൻ പാടില്ല എന്ന് പറയുന്നു. അവർക്കൊരു കാർ മേടിക്കാനും പറ്റില്ല. അപ്പോൾ അവരുടേതായ ബുദ്ധിമുട്ടുള്ളൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, നിയമത്തിൻ്റെ വഴിക്ക് പോയാലേ പറ്റുള്ളൂ. 2 വീലർ ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. ഇപ്പോൾ നമ്മളൊരു ആക്റ്റീവ് വാങ്ങിനെ 1 ലക്ഷം രൂപ കൊടുക്കണം. 10-30,000 രൂപ എടുത്തൊരു പഴയ 800 കിട്ടും. നമ്മൾ സേഫ്റ്റി നോക്കുക. ഇപ്പോൾ ചിലർ പറയും ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക. അപ്പോൾ നമ്മളൊരു ആക്റ്റീവ് വാങ്ങിയാൽ പോയ ഇപ്പോഴത്തെ വിലയ്ക്ക് 1 ലക്ഷം രൂപ ആക്റ്റീവയ്ക്ക് അത്രയും വരുന്നില്ല. നമ്മൾ സെക്കൻഡ് ഹാൻഡ് 800 വാങ്ങിച്ചാൽ എല്ലാവർക്കും സമാധാനമായിട്ട്. 2 വീലർ ഞാൻ ഇപ്പോൾ സത്യം പറഞ്ഞാൽ യൂസ് ചെയ്യാൻ പേടിയാണ്. വീട്ടിൽ ഒരു കുട്ടി മാത്രമാണുള്ളതെങ്കിൽ എന്ത് ചെയ്യുമെന്നാണ് ചിലർ ചോദിക്കുന്നത്. എന്നാൽ മൂന്നാമത്തെ ഒരാൾ കുട്ടിയാണെങ്കിലും ഇരുചക്ര വാഹനത്തിൽ യാത്ര ചെയ്താൽ നിയമലംഘനം തന്നെയാണെന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ നിലപാട്. അങ്ങനെയാണെങ്കിൽ 2000 രൂപയാണ് പിഴ നൽകേണ്ടത്. ക്യാമറമാൻ കൃഷ്ണപ്രസാദിനൊപ്പം നന്ദകുമാർ, ന്യൂസ് 18, തിരുവനന്തപുരം. മറ്റു വാർത്തകളിലേക്ക്. തിരുവനന്തപുരം വെള്ളനാട്ട് കിണറ്റിൽ വീണ കരടി ചത്തു. പുലർച്ചെ കിണറ്റിൽ വീണ കരടിയെ കരക്ക് കയറ്റാൻ മണിക്കൂറുകളോളം ശ്രമം നടത്തിയെങ്കിലും ഫലം കണ്ടിരുന്നില്ല. ഇതേ തുടർന്ന് രാവിലെ 9:30യോടെയാണ് കരടിക്ക് മയക്കുവെടി വെച്ചത്. മയക്കുവെടിയേറ്റ കരടി മയങ്ങി വെള്ളത്തിലേക്ക് താഴ്ന്നുപോവുകയാണ്. കരടിയെ ഏറെ സമയത്തിന് ശേഷം പുറത്തെത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. സംഭവത്തിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചിട്ടില്ല എന്നാണ് വകുപ്പിന്റെ നിലപാട്. നമുക്ക് നടന്നൊരു നിർഭാഗ്യകരമായ സംഭവം നിങ്ങളൊക്കെ കണ്ടതാണ്. ഇന്നലെ രാത്രിയിലാണ് ഈ കരടി വീഴുന്നൊരു 2-2:30 മണിക്കാണ് ഇത് വീണതായിട്ട് അറിയുന്നത്. ഉടൻ തന്നെ നമ്മുടെ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി അവർ ഇത് കരടി മുകളിലേക്ക് കയറാൻ ശ്രമിക്കുന്നതിനിടയിൽ അവർ
വെള്ളത്തിൻ്റെ മുകളിൽ വല വിരിച്ചു. അപ്പോൾ വല കണ്ടപ്പോൾ ഞാനും രാവിലെ നോക്കുമ്പോൾ അത് വളരെ സേഫാണെന്ന് എനിക്ക് തോന്നി. അങ്ങനെയാണ് സൂവിലെ ഡോക്ടറെ കൊണ്ട് നമ്മൾ മയക്ക് വെടി വെച്ചത്. മയക്ക് വെടി വെച്ചത് ആദ്യത്തെ വെടി സക്സസ് ആയിരുന്നില്ല, രണ്ടാമത്തെ വെടി സക്സസ് ആയിരുന്നു. അപ്പോൾ അതിനുശേഷം ഇത് പെട്ടെന്നൊരു ജർക്കിങ് ഉണ്ടായ വലയുടെ ഒരു ഭാഗത്തൂടെ അത് താഴേക്ക് പോയി. ഞങ്ങളെ സംബന്ധിച്ചുള്ള ഈ താഴെ വിരിച്ച വല സേഫാണെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു പരിശോധനയിൽ. അപ്പോൾ പിന്നെ അവിടെ കൂടുതൽ വെയിറ്റ് ചെയ്യുന്നത് ഈ വെള്ളത്തിൽ കിടക്കുന്ന അതിലും കൂടുതൽ റിസ്ക് ആയിരിക്കും, വെള്ളത്തിൽ അധികം നേരം ഇതിനെ ഇട്ടേക്കുന്നത്. അതുകൊണ്ടാണ് അത് പെട്ടെന്ന് അങ്ങനെ ചെയ്തത്, അതിനെ രക്ഷിക്കുക. രണ്ടാമത് മയക്ക് വെടി വെക്കാതെ പുറത്തേക്ക് എടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഇത് ജനവാസ മേഖലയാണ്, അവിടെ ഒരു വലിയൊരു വിപത്തായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ ജനങ്ങളുടെ ജീവൻ രക്ഷിക്കണം, കരടിയുടെ ജീവൻ പരമാവധി രക്ഷിക്കുകയും ചെയ്യാന്നുള്ളതായിരുന്നു ഉദ്ദേശം. കാരണം ഇതിന്റെ സേഫ്റ്റിക്കാണ് ആദ്യം ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു വീഴ്ച എന്നുള്ളത് പറയാൻ പറ്റില്ല. എന്തായാലും ദൗർഭാഗ്യകരമായി പോയി എന്ന് മാത്രമേ ഈ അവസരത്തിൽ പറയാൻ പറ്റുള്ളൂ. തുടർ നടപടി ഇപ്പം അതിന്റെ ജീവൻ നഷ്ടപ്പെട്ടല്ലോ, ഇനി പോസ്റ്റ്മോർട്ടം ചെയ്ത് മറവ് ചെയ്യുക എന്നുള്ളതാണ്. തിരുവനന്തപുരത്ത് കിണറ്റിൽ വീണ കരടിയെ വെള്ളത്തിനുള്ളിൽ വെച്ച് മയക്കുവെടി വെച്ചതിനെ പറ്റി അറിയില്ലെന്ന് വനം മന്ത്രി AK ശശീന്ദ്രൻ. വനം വകുപ്പിന് അറിയാവുന്ന നടപടികളാണ് സ്വീകരിക്കുന്നത്. കരടിയെ രക്ഷിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനിടയിൽ ഒരാളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും പോരായ്മകളുണ്ടായാൽ അത് പർവ്വതീകരിച്ച് കാണിക്കുന്നത് ശരിയല്ല എന്നും മന്ത്രി കട്ടപ്പനയിൽ പറഞ്ഞു. കണ്ണൂർ അഴീക്കോട് ചാൽ ബീച്ചിലുണ്ടായ തീപിടുത്തത്തിൽ ആമകളും പാമ്പുകളും ചത്തു. 2.5 ഏക്കറോളം സ്ഥലത്ത് പടർന്നു പിടിച്ച തീ പൂർണ്ണമായും അണച്ചിട്ടില്ല. പ്രദേശത്ത് തുടർച്ചയായ തീപിടുത്തമുണ്ടാകുന്നതിന്റെ ആശങ്കയിലാണ് നാട്ടുകാർ. ഒരിടവേള. ഈദുൽ ഫിത്തർ പ്രമാണിച്ച് വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്ന് അറബ് ലീഗ് സുഡാൻ സൈന്യത്തോട് അഭ്യർത്ഥിച്ചു. റമദാനിൽ ജനങ്ങൾക്ക് ഭക്ഷണ വിതരണത്തിന് അവസരമൊരുക്കണമെന്നും ഇരുവിഭാഗം സൈന്യത്തോടും അറബ് ലീഗ് ജനറൽ സെക്രട്ടറി അഹമ്മദ് അബോൾ ഗീത്ത് ആവശ്യപ്പെട്ടു. ആശുപത്രിയിലേക്ക് ആവശ്യമായ മരുന്നുകൾ എത്തിക്കാൻ അവസരം നൽകണമെന്നും വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്നും റെഡ് ക്രോസും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം ആക്രമണം അതിരൂക്ഷമായി തുടരുകയാണ്. ഇതിനോടകം 300-ലധികം പേർ മരിക്കുകയും 3500-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ആഭ്യന്തര കലാപം രൂക്ഷമായ സുഡാനിൽ ദിവസങ്ങളായി കുടുങ്ങിക്കിടക്കുകയാണ് തിരുവനന്തപുരം സ്വദേശിയായ മാഹിൻ. ലോകസഞ്ചാരത്തിന്റെ ഭാഗമായിട്ടാണ് മാഹിൻ സുഡാനിലെത്തിയത്. നിലവിൽ സുഡാൻ തലസ്ഥാനമായ ഖാർത്തൂമിലാണ് മാഹിനുള്ളത്. ഭക്ഷണത്തിനും വെള്ളത്തിനും ക്ഷാമമുണ്ടെന്നും സുഡാനിലെ ഇന്ത്യൻ എംബസിയുടെ നിർദ്ദേശമനുസരിച്ച് വീട്ടിൽ തന്നെ തുടരുകയാണെന്നും മാഹിൻ പറഞ്ഞു. ഖാർത്തൂമിൽ നിന്ന് മാഹിൻ ഇപ്പോൾ ന്യൂസ് 18 തത്സമയം ചേരുകയാണ്. മാഹിൻ, അറിയാം ഒരു വല്ലാത്തൊരു അന്തരീക്ഷമായിരിക്കും, പക്ഷേ എങ്ങനെയാണ് മാഹിൻ സുഡാനിൽ എത്തിപ്പെട്ടത് എന്നൊന്ന് പറയാമോ ആദ്യം? ഞാൻ ആക്ച്വലി ഒരു ലോക സഞ്ചാരത്തിന്റെ ഭാഗമായിട്ട് ഞാൻ ഏഷ്യ കടന്ന് ആഫ്രിക്കയിലോട്ട് എത്തിയതാണ്. ഈജിപ്റ്റ് വഴി കരമാർഗം ഞാൻ സുഡാനിലോട്ട് കയറിയതാണ് കഴിഞ്ഞ മാർച്ച് 12 ഏകദേശം ഇന്ന് 1 മാസം കഴിഞ്ഞിട്ടുണ്ട്. 38 ദിവസമായിട്ട് ഞാനിപ്പോ സുഡാനിൽ യാത്ര ചെയ്യുകയായിരുന്നു. പിന്നീട് ഈ ഒരു കോൺഫ്ലിക്ട് നടക്കുന്നതിന് 2 ദിവസം മുന്നെയാണ് ഞാൻ ഖർത്തൂമിൽ വരികയും വീണ്ടും 2 ദിവസം കഴിയുമ്പോൾ കോൺഫ്ലിക്ട് തുടങ്ങുകയും പിന്നീട് ഇവിടെ ഞാൻ പെട്ടുപോവുകയും ചെയ്തത്. ഈ മാഹിന് ഭക്ഷണവും വെള്ളം അങ്ങനെ പ്രാഥമികമായുള്ള കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ടോ മാഹിന് ഇപ്പോൾ അവിടെ? ഭക്ഷണം കുഴപ്പമില്ല, ഭക്ഷണം എന്നാലും നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ എന്നാലും ആവശ്യ സാധനങ്ങളൊന്നും കിട്ടുന്നില്ല. നമുക്ക് കുക്ക് ചെയ്യാനുള്ള ഒരു വലിയൊരു അവസരം കാരണങ്ങളൊന്നുമില്ല. കാരണം ഇവിടെ പവർ സോഴ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കുക്ക് ചെയ്യാനുള്ള ഒരു അവസരമില്ല നല്ലതുപോലെ. പിന്നെ നമുക്ക് അത്യാവശ്യമായിട്ടുള്ള വെള്ളമില്ല. അതുകൊണ്ട് തന്നെ ഭക്ഷണത്തിന്റെ വലിയ പ്രശ്നങ്ങളുണ്ട്. ഇവിടെ ഒരു റെസ്റ്റോറന്റോ അങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നുമില്ല. ഉള്ള സൂപ്പർ മാർക്കറ്റ് കടയിലെ സാധനങ്ങളെല്ലാം കഴിഞ്ഞതുകൊണ്ട് കട അടച്ചു പൂട്ടിയിടുകയാണ്. അല്ല, അപ്പൊ മാഹിൻ ഒറ്റയ്ക്കാണോ? മാഹിൻ എവിടെയാണ് താമസിക്കുന്നത്? എവിടെയാണ് മാഹിന്റെ താമസ സൗകര്യം? ഞാനിവിടെ ആദ്യം വന്ന 2 ദിവസം ഞാനും എന്റെ സുഹൃത്തും കൂടി ഒരു ഹോട്ടൽ റൂമിലായിരുന്നു. പിന്നീട് അവിടെ തന്നെ തുടർന്ന് സ്റ്റേ ചെയ്തു. കാരണം ഒരു കോൺഫ്ലിക്റ്റ് തുടങ്ങിയതിനാൽ പിന്നീട് അവര് പറയുകയായിരുന്നു ഇവിടെ തന്നെ സ്റ്റേ ചെയ്തോളാൻ പറയുകയായിരുന്നു. ഓക്കെ, അപ്പോ ആ ഹോട്ടൽ റൂമിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്? തീർച്ചയായിട്ടും അതെ. ഓക്കെ, അപ്പോൾ ഈ ഫുഡ് ഇപ്പൊ നേരത്തെ സൂപ്പർ മാർക്കറ്റുകൾ തുറന്നു, അവിടെ ഉള്ളത് വാങ്ങാനില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അതായത് പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിച്ചിരുന്നോ നിങ്ങള്? തീർച്ചയായിട്ടും പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിച്ചിരുന്നു. കാരണം ഇന്നിപ്പോ 6ാമത്തെ ദിവസമാണ്. ആദ്യത്തെ ദിവസം ഞങ്ങൾക്ക് കുഴപ്പമില്ലായിരുന്നു. പക്ഷെ മറ്റു പല ഭാഗങ്ങളിലും ആദ്യത്തെ ദിവസം മുതലേ തന്നെ വൈദ്യുതിയും വെള്ളത്തിന്റെ ഇതെല്ലാം വിച്ഛേദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് എനിക്കിവിടെ 2ാമത്തെ ദിവസം മുതലാണ് വൈദ്യുതിയും വെള്ളവും ഇല്ലാത്ത അനുഭവം ഉണ്ടായി തുടങ്ങിയത്. പിന്നീട് 3ാമത്തെ ദിവസം ആയപ്പോഴേക്കും അത് വലിയൊരു കഠിനമായിട്ടുള്ള അവസ്ഥയിലോട്ട് വന്നപ്പോൾ
പിന്നീട് പുറത്തോട്ട് ഇറങ്ങേണ്ടി വന്നു. പുറത്തിറങ്ങുമ്പോൾ പിന്നീട് ഒരു 100 മീറ്ററിന്റെ അടുത്ത് തന്നെ ചെറുതായിട്ട് സ്നൈപ്പറോ എന്തോ 100 മീറ്റർ അകലെ വെടിവെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നീട് അവിടെ നോടി. പിന്നീട് മനസ്സിലാക്കിയത് നമുക്ക് പുറത്തിറങ്ങുന്നത് സേഫ് അല്ല. കാരണം സ്നൈപ്പേഴ്സ് പലയിടത്തും ഉണ്ട്. അവർ മിസ്റ്റേക്കലി ആയിട്ട് നമ്മളെ വെടിവെച്ചേക്കാം. ചിലപ്പോ അവർക്ക് തോന്നുമ്പോൾ ചിലപ്പോൾ വെടിവെച്ചേക്കാം. അപ്പൊ അതുകൊണ്ട് നമുക്ക് സിവിലിയൻസിന് പുറത്തിറങ്ങി നടക്കുന്നത് വളരെ സേഫ് ആയിട്ടുള്ള കാര്യമല്ല ഒരുപക്ഷെ. എന്താണ് അവിടെ കണ്ട കാഴ്ച? എങ്ങനെയാണ്? എനിക്കറിയില്ല. ഈ കണ്ട വീഡിയോയിലുള്ള ദൃശ്യങ്ങൾ മാത്രമേ കണ്ടു പരിചയമുള്ളൂ. മാഹിൻ അവിടെ നേരിട്ട് എങ്ങനെ വിവരിക്കാൻ കഴിയുക അവിടുത്തെ ഒരു അവസ്ഥ? നേരിട്ട് കണ്ടത് ഞാൻ 2 ഫോഴ്സാണ്. ഒന്ന് സിവിലിയൻ ആർമിയാണ്, ഒന്ന് ഇവിടത്തെ പണ്ടത്തെ ഫോർമൽ ആർമിയാണ് ഒന്ന്. പിന്നെ രണ്ടാമത് ഓപ്പോസിറ്റ് നിൽക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ റാപ്പിഡ് സപ്പോർട്ടീവ് ഫോഴ്സ് ആണ്, RSF ആണ് ഓപ്പോസിറ്റ് നിൽക്കുന്നത്. ഞാൻ RSF ഇതുവരെയായിട്ടും കണ്ടിട്ടില്ല. RSF ആണ് ഇവിടെ ഇപ്പൊ ഒരു എനിമി പോലുള്ള ഒരു തരത്തിൽ നിൽക്കുന്നത്. സാധാരണ ആളുകൾക്ക് എല്ലാവരും ഇപ്പൊ സപ്പോർട്ട് ചെയ്യുന്നത് ഇവിടത്തെ ഫോർമൽ ആർമിയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അതേസമയം RSF എല്ലാവരും ഒരു ശത്രുതയായിട്ട് കാണുന്നു. അവരാണ് വന്ന് അറ്റാക്ക് ചെയ്യുന്നത് പോലെയാണ്. അപ്പൊ പല ഭാഗങ്ങളിലും എനിക്ക് കാണാൻ സാധിച്ചത് ഫോർമൽ ആർമിയാണ്. പക്ഷെ അവരിൽ നിന്ന് തന്നെ എനിക്ക് ഒരു അനുഭവം ഉണ്ടായി. ഞാൻ വഴി ക്രോസ് ചെയ്ത് അവരെ കാണാതെ പോകുമ്പോൾ അവര് എന്നെ കണ്ടത് ഉടനെ തോക്ക് മുകളിലോട്ട് ഉയർത്തി ചൂണ്ടിക്കാണിച്ചായിരുന്നു വെടിവെക്കാൻ എന്നുള്ള രീതിയിൽ. അപ്പൊ തന്നെ ഞാൻ അവിടെ നിന്ന് ഓടി മാറുകയായിരുന്നു. പിന്നീട് ഇവിടുന്ന് തൊട്ടടുത്ത് 750 മീറ്ററോളം നടന്നപ്പോൾ പിന്നീട് ഒരു വലിയ തരത്തിലുള്ള കോൺഫ്ലിക്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ഞാൻ നിന്ന ബിൽഡിങ്ങിന്റെ തൊട്ട് മുകളിൽ എന്നെ സ്നൈപ്പേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവരൊന്നും നമ്മളെ ഉപദ്രവിക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും നിന്നില്ല. അവര് ഈ ഒരു RSFുമായിട്ടായിരുന്നു അന്നത്തെ ആ ഒരു വെടിവെക്കലും യുദ്ധവും എല്ലാം. ഈ വെടിവെച്ച ശബ്ദങ്ങളൊക്കെ എപ്പോഴും ഉണ്ടോ? തൊട്ടടുത്ത് തന്നെ കേൾക്കാൻ സാധിക്കുന്ന ഒരു അവസ്ഥയുണ്ടോ? തീർച്ചയായിട്ടും വെടിവെച്ച ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരു 2 മിനിറ്റ് ക്ലോസ് ചെയ്തിട്ടേക്കുമാണ്. ഇനിയിപ്പോ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും തുടങ്ങി അന്തരീക്ഷം ആകെ എന്താ പറയാ കറുത്ത പുക കൊണ്ട് മലിനാകും. വീണ്ടും അത് കഴിഞ്ഞിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് വീണ്ടും ഒരു 2 മിനിറ്റത്തേക്ക് സ്റ്റോപ്പ് ചെയ്യും. പക്ഷെ വെടിവെച്ച നമുക്ക് എപ്പോഴും കേൾക്കാം. പിന്നെ കൂടുതൽ മാസീവായിട്ടുള്ള ബോംബിങ്സ്, ടാങ്കിൽ നിന്നുള്ള ബോംബിങ്സ്, ഷെല്ലാക്രമണങ്ങൾ അതൊക്കെ ധാരാളമുണ്ട്. അപ്പോ നമുക്ക് ഇപ്പൊ പുറത്തിറങ്ങിയാൽ പോലും നമുക്ക് ആകാശം ഫുള്ള് കറുത്ത മൂടിക്കെട്ടിയിരിക്കാനായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ശരി. ഇനി മാഹിൻ, അവിടെ മറ്റു മലയാളികൾ ആരെങ്കിലും ബന്ധപ്പെടാൻ കഴിഞ്ഞിരുന്നോ? അവിടെയുള്ള മലയാളികളൊക്കെ പറയുന്നത് എന്താണ്? അവരൊക്കെ സുരക്ഷിതരെ തന്നെ നിൽക്കുന്നോ? മലയാളികള് പല ആളുകൾക്കും പുറത്തോട്ട് ഇറങ്ങാൻ തന്നെ കഴിയുന്നില്ല. ഇപ്പൊ എനിക്ക് പിന്നെയെങ്കിലും കുറച്ചെങ്കിലും എനിക്ക് ഇറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നു. ഞാൻ 7 കിലോമീറ്ററോളം ഒക്കെ സഞ്ചരിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ തന്നെ. പക്ഷെ മറ്റു പല മലയാളികൾക്കും അവർക്ക് വീട്ടിന്റെ അകത്ത് മാത്രം ഇരിക്കേണ്ട സ്ഥിതിയാണ്. ഇങ്ങനെ കോൺഫ്ലിക്റ്റ് രൂക്ഷമായിട്ട് നടക്കുന്ന സ്ഥലങ്ങളിൽ അവർക്ക് ബങ്കറിന്റെ ഉള്ളിലോ വീട്ടിന്റെ കട്ടിലിന്റെ അടിയിലോ റൂമിലൊക്കെ ഒളിച്ചിരിക്കാനുള്ള അവസരം മാത്രമേ ഉള്ളൂ. അപ്പൊ മലയാളികളെ ഞാനിവിടെ ആദ്യം വന്നപ്പോ ഈ കോൺഫ്ലിക്റ്റ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു മലയാളി കുടുംബത്തിന്റെ ഒപ്പം ഒക്കെ പോയി അവരുടെ കൂടെ ഇഫ്താറിനൊക്കെ ഞാൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരൊക്കെ ഇപ്പൊ സുരക്ഷിതമായിട്ട് മറ്റൊരു സ്ഥാനത്ത് പുറത്തൊന്നും ഇറങ്ങാതിരിക്കുവാണ്. ഇപ്പോൾ അവിടുത്തെ നിരത്തുകളിലേക്ക് അവസ്ഥ എന്താണ്? പൂർണ്ണമായി ഒഴിഞ്ഞു കിടക്കുകയാണോ? ഈ മാഹിന്റെ ഹോട്ടലിന് മുമ്പിലൊക്കെ നോക്കുമ്പോൾ, ജനാലയൊക്കെ നോക്കുമ്പോൾ എന്താ കാണുന്നത്? ഈ ഒരു ഭാഗത്ത് വണ്ടികളും ആളുകളും നടന്ന് ഇങ്ങനെ പൊക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം കുറച്ചു മുമ്പേ ഒരു കൂട്ടം 100ഓളം പശുക്കളെയും കൊണ്ട് ആളുകൾ പോകുന്നതായിട്ട്. കാരണം പശുക്കളെ, ഈവൻ കാറ്റിൽസിനെയും പോലും ആളുകൾ കൊണ്ട് മറ്റുള്ള സ്ഥലത്തോട്ട് ഫ്ലീ ചെയ്യുവാണ് ആക്ച്വലി ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി. അപ്പൊ എന്റെ മുന്നിൽ നോക്കിയാൽ ആളുകൾ ഇങ്ങനെ നടന്ന് കൂട്ടമായിട്ട് നടന്നും പല വണ്ടികളിലൊക്കെ കയറി എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. ഈ എതിരാളികളാണോ എന്ന് പോലും നോക്കാണ്ട് നേരത്തെ മാഹിൻ സൂചിപ്പിച്ചതുപോലെ വെറുതെ വെടിവെക്കുന്ന ഒരു മാനസികാവസ്ഥയൊക്കെ ചിലർക്കുണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, വായിച്ചും കേട്ടു. അപ്പോൾ അത്തരം ഒരു മരണങ്ങൾക്ക് അവിടെ സംഭവിക്കുന്നുണ്ടോ മാഹിൻ? അത് കറക്റ്റായിട്ട് എനിക്ക് ആധികാരികമായിട്ട് പറയാൻ കഴിയില്ല. തീർച്ചയായിട്ടും ചിലപ്പോ 1-2 മരണങ്ങളെങ്കിലും അങ്ങനെ തീർച്ചയായിട്ടും സംഭവിച്ചിരിക്കണം. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഒരു സേഫ്റ്റി എന്ന നിലയിൽ നമ്മൾ ഒട്ടും പുറത്ത് ഇറങ്ങാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ശരി. ഇനി എംബസിയിൽ നിന്നുള്ള ഇടപെടൽ എങ്ങനെയാണ്? മലയാളികൾ എന്താണ് പറയുന്നത്? മറ്റ് ഇന്ത്യക്കാർ എന്താണ് പറയുന്നത്? മാഹിന് എന്തൊക്കെ സഹായമാണ് ലഭിച്ചിട്ടുള്ളത് പുറത്തേക്ക് പോകാൻ? അല്ലെങ്കിൽ എന്തെങ്കിലും പറയുന്നുണ്ടോ അക്കാര്യത്തിൽ? ഞാൻ ആദ്യത്തെ ദിവസം തന്നെ ഇത് തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ എംബസിയിൽ മെയിൽ അയച്ച് റിപ്പോർട്ട് ചെയ്തായിരുന്നു. ഇങ്ങനെ ഒരു യാത്രികൻ, ഞാൻ ഇന്ത്യൻ സിറ്റിസൺ ഇവിടെ വന്ന് പെട്ടിട്ടുണ്ട്. അപ്പോൾ എന്റെ ഒരു പ്രസൻസ് ഞാൻ എംബസിക്ക് അയച്ചു, എന്താണ് ചെയ്യേണ്ടത്. പക്ഷെ അതിന്റെ മെയിലൊന്നും ഇതുവരെയായിട്ട് റിപ്ലൈ ആയിട്ട് വന്നില്ല. പക്ഷെ അത് കഴിഞ്ഞ് എനിക്കൊരു 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൂടെ ഒരാൾ ഇങ്ങനെ ഒരു സന്ദേശം അയച്ചിരുന്നു. വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കും, ഒരു എംബസി ക്രിയേറ്റ് ചെയ്ത ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ്, പിന്നീട് അതിലൊരു ഗൂഗിൾ ഫോം എല്ലാം വെച്ചുള്ള എനിക്കൊന്ന് അയച്ചു തന്നായിരുന്നു. അപ്പൊ അതിൽ ഞാൻ
ഞാൻ ഗൂഗിൾ ഫോമിൽ എന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഇവാക്യുവേഷൻ ഒരു തരത്തിലുള്ളതാണ്. ഇവാക്യുവേഷന്റെ ഇതൊന്നുമില്ല. മേ ബി ഇവാക്യുവേഷൻ ഭാവിയിൽ എന്തെങ്കിലും വരുവാണെങ്കിൽ അതിനുള്ള തയ്യാറെടുപ്പിനായിരിക്കണം ആ ഒരു ഗൂഗിൾ ഫോം ഒക്കെ എംബസിക്കാര് ഈ ഒരു ഗ്രൂപ്പ് തുടങ്ങി തന്നത്. അയച്ചിട്ടുണ്ടല്ലേ? എന്നത്തേക്ക് പുറത്തിറങ്ങാൻ കഴിയും, അവിടെ നിന്ന് പുറപ്പെടാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. തീർച്ചയായിട്ടും. കാരണം ഇവാക്യുവേഷൻ ചെയ്യണമെങ്കിൽ തന്നെ ഇപ്പോ അവർക്ക് ഫ്ലൈറ്റ് ഒന്നുകിൽ ഈ ഒരു കർത്തൂം എയർപോർട്ടിൽ കൊണ്ടുവല്ലോ ലാൻഡ് ചെയ്യിപ്പിക്കണം. പക്ഷെ കർത്തൂം എയർപോർട്ടിലാണ് കൂടുതൽ സംഘർഷാവസ്ഥയും കർത്തൂം എയർപോർട്ട് മുഴുവനായിട്ട് തകർന്ന് ഇതായിട്ട് കിടക്കുവാണ്. ശരി മാഹിൻ, എന്തായാലും വളരെ സുരക്ഷിതനായിരിക്കുക, പരമാവധി പുറത്തിറങ്ങാതെ അവിടെ തന്നെ തുടരുക, നിർദ്ദേശങ്ങൾ ലഭിക്കുന്നതനുസരിച്ച് മാത്രം നീങ്ങുക. ബി സേഫ്. വളരെ നന്ദി ഈ സമയം നമ്മോടൊപ്പം ചേർന്നതിന്. മാഹിനാണ് തത്സമയം ചേർന്നത്. ഈ ബുള്ളറ്റിനോട് പൂർണ്ണമാകുന്നു. നമസ്കാരം.